Hi friends, welcome back to our channel Fa Cooking World. Simple ആയി പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെല്ലി പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര പലിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ജെലാറ്റിൻ പൗഡറാണ്. ഈ ജെലാറ്റിൻ പൗഡർ നമുക്ക് പൊട്ടിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇട്ടിട്ട് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ജെലാറ്റിൻ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ പതഞ്ഞ് ഇങ്ങോട്ട് പൊന്തി വരും. പാല് പൊങ്ങണം, അതുപോലെ പൊങ്ങി വരും. അപ്പോഴേക്കും നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതങ്ങനെ താന്ന് വരും. അത് താന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് ചൂടാറാൻ വെക്കാം. അതിന് ശേഷം നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച ഗ്ലാസ്സിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ ഇത് ജെല്ലി ആയിട്ട് കട്ടയായി കിട്ടും. ഈ ഗ്ലാസ്സുകൾ നമുക്ക് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ജെല്ലി ആയി കിട്ടും. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് അലിയാത്ത കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടാവും. അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് അരിച്ചെടുക്കുകയാണ്. മുഴുവനായിട്ടും നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കപ്പ് പാലാണിത് ചൂടാക്കണത്. ഇപ്പോൾ നമ്മുടെ പാല് പൊങ്ങി വരാറായിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ മാറ്റി വെച്ച ആ കസ്റ്റാർഡ് മിൽക്ക് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല യെല്ലോ കളറാണ്, വാനില ഫ്ലേവറാണ് ഈ കസ്റ്റാർഡിന്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി പോകും. അപ്പോൾ ഏകദേശമൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്യാസ് ഓഫാക്കി തണുക്കാൻ വെക്കാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നല്ലൊരു പാകം. ഇനി നമുക്കിതിൽ നട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഗ്ലാസ്സാണ്. കണ്ട ഇത് ജെല്ലി നല്ല കട്ടയായി നിൽക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വീണില്ല. ഇനി നമുക്കിതിലോട്ട് കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 4 ഗ്ലാസും ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കളർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ നല്ല സെറ്റായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.